താടിയോ മുടിയോ അല്ല കുറെ മൂതലോ കുറെ മാലകളോ ഉണ്ടാവില്ല. ഒരാളുകൾക്ക് ഞാൻ എന്തോ ആണെന്ന് കാണിക്കാൻ വേണ്ടിയല്ല ആവശ്യമുള്ളൂ. ഒരു പച്ചകെട്ട് അല്ലെങ്കിൽ വേറെ ചുവപ്പോ കാവി ഇതാക്കുന്നൊക്കെ ആളുകൾക്ക് ധരിക്കാൻ വേണ്ടിയാണ്. ധാരണ എന്താന്ന് അല്ലേ? അള്ളാഹ്ക്ക് എന്തിനാണ് ഇതൊക്കെ? ഒറിജിനാലിറ്റിക്ക് ഇത് വേണോ? ഒറിജിനാലിറ്റിക്കൊന്നും വേണ്ട. ചുരുളിൽ കുറെ മൂതലിടും. നമ്മള് മമ്പർത്തുന്നല്ലേ ആഷിമ് ഒരാള് വന്ന് കോട്ടും ഒക്കെ ഇട്ട് തടി മുട്ടിയും കോട്ടൊക്കെ ഉണ്ട്. അദ്ദേഹം ജീവിതം മുഴുവൻ അവിടെ ഇവിടെ മക്കാമ കറങ്ങലാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ച് അവിടെ വന്നിരുന്നു. പിന്നെ അദ്ദേഹം അതിൻ്റെ ഇടയിൽ പറയാൻ തുടങ്ങി, ഞാൻ നിങ്ങൾ പറഞ്ഞു വന്നു. അങ്ങനെ മൂപ്പര് സംസാരിക്കാൻ തുടങ്ങി അറിവ്. ഇപ്പൊ പിന്നെ പറഞ്ഞ് എന്നോട് പറയാൻ. ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ നാട്ടുകാരനല്ല, നിങ്ങൾ പറഞ്ഞല്ല എനിക്ക് പറയാനുള്ളത്. അങ്ങനെയൊക്കെ പറഞ്ഞ് അദ്ദേഹം കുറച്ച് കഴിഞ്ഞ് പോയപ്പോൾ ഞാൻ ആശിമിനെ പറഞ്ഞ് ഒരു 50 കൊണ്ട് പാവം, അതുകൊണ്ടാണ് ജീവിക്കുന്നത്. ആരെന്ത് കൊടുത്തിട്ട് ഓൻ 50 കൊണ്ട് കൊടുത്തപ്പോൾ ഒരു 3.5 കല്ല് കൊടുത്തു. ആർക്ക്? ഇത് വല്യാനൊക്കെ അവിടെ വെച്ചോളൂ. ആശിമിന് പറഞ്ഞ പോലെ 3.5 കല്ല്. ഞാൻ പറഞ്ഞു വലിച്ചിടാം. ഈ അള്ളാഹു ആ 100 ഉണ്ടാവുമ്പോ നമ്മൾക്ക് ആ 100 ഇവർക്ക് നമുക്ക് എന്തിനാ ഒരു കല്ല് ആണോ? നമ്മൾ ആ പ്രകാശം ജ്യോതിയായി ഇവിടെ പ്രകാശിച്ച് ഇതെല്ലാം സൃഷ്ടിച്ച് നമ്മളാ. പിന്നെ ഒരു കല്ലുമായിട്ട് വന്നിക്കണം വലിച്ചിടാന്ന്. ഇത് ഈ കല്ലുമായിട്ട് കിടക്കുന്ന പലവരും കുറെ കല്ലിട്ടിട്ട് കുറെ മൂന്നിട്ടിട്ട് കുറെ ഇട്ടിട്ട് മാലിട്ട് ആരാണ് നമ്മൾ? എന്നിട്ട് പിന്നെ അതിന് വെച്ചുകെട്ടലുകൾ കുറിച്ചുണ്ടോ? ആയോനക്ക് അല്ലാത്തവന് അതൊക്കെ ആണെന്ന് വിചാരിച്ച് കിടക്കുക അല്ലേ? ചെറുപോലെ ആ മൂസത്തിന്റെ മുകളിൽ കല്ലിന്റെ മുകളിൽ ഇതിന്റെ മുകളിൽ കുറെ ഗുണങ്ങളുണ്ട്. മറ്റേ ആ ഗുണങ്ങളൊക്കെ നോക്കിയിട്ടാണ് നടക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ അള്ളാഹു ഊതി എന്ന് പറയില്ലേ, മണ്ണിലേക്ക് മണ്ണെന്ന് സൃഷ്ടിക്കുകയോ അതിലേക്ക് അള്ളാഹു തൻ്റെ ആത്മാവ് ഊതി എന്ന് പറയും. അള്ളാഹു ഊതിക്കൊണ്ടിരിക്കുക, ഇതിനെ സൂക്ഷിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹുവാണ്. അത് മാത്രം പറ്റും.